ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ ഇപ്പോ ബി.ജെ.പിയുടെ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്നു താങ്കൾ. കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ബി.ജെ.പിയുടെ ഒരു സജീവ പ്രവർത്തനത്തിലുണ്ട്. വീണ്ടും സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള അവസരം പാർട്ടി നൽകിയിരിക്കുകയാണ്. എത്രത്തോളം ഉണ്ട് പ്രതീക്ഷകൾ? 100% പ്രതീക്ഷയാണ്. കാരണം കഴിഞ്ഞ ഓരോ കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ പ്രാവശ്യം കൊടുങ്ങല്ലൂർ നഗരസഭ ഭരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. ജനങ്ങള് ഭാരതീയ ജനതാ പാർട്ടിയെ സ്വീകരിക്കുവാനും തയ്യാറായിട്ടുണ്ട്. അതിൽ ഇത്രയും ഉറപ്പ് പറയാനുള്ള ഒരു കാരണം എന്താണ്? ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഞാൻ ഈ വാർഡിൽ തന്നെ 2015 മത്സരിച്ചാണ്. ആ മത്സരിച്ച സമയത്ത് അന്ന് ഉണ്ടായിരുന്ന മാർക്സിസ്റ്റുകാരോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരും അല്ലെങ്കിൽ BJP എതിർത്തിരുന്ന ആളുകളൊക്കെ തന്നെ പൂർണ്ണ മനസ്സോടുകൂടി ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്യാനായിട്ട് തയ്യാറായി വന്നിരിക്കുകയാണ്. അതാണ് ഇത്ര വലിയ പ്രതീക്ഷ. തീർച്ചയായും. ഇപ്പോൾ ഈ ഇടതുപക്ഷത്തിന്റെ കഴിഞ്ഞൊരു 50 വർഷത്തോളമായിട്ട് അവരുടെ കൈകളിലുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇതൊരു നഷ്ടപ്പെടുത്തുക എന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷത്തെ മറിച്ചിടാനായിട്ട് കൊടുങ്ങല്ലൂരിൽ സാധിക്കുമോ BJPക്ക്? തീർച്ചയായും. കാരണം എന്താണ്? കാരണം 50 വർഷത്തെ അവിടെ ഭരണം ജനങ്ങൾ വെറുത്തു കഴിഞ്ഞു. യാതൊരുവിധ വികസന പ്രവർത്തനം കൊടുങ്ങല്ലൂര് പ്രദേശങ്ങളിൽ അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ സ്വാഭാവികമായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും മത്സരിക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരു ചോദ്യം ഉയർന്നു വരുമല്ലോ. താങ്കൾക്ക് ഇനി എന്താണ് ഈ ഒരു വാർഡിൽ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്? എന്താണ് മനസ്സിലുള്ള ഒരു പ്രതീക്ഷകളും അതോടൊപ്പം തന്നെ കാഴ്ചപ്പാടുകളും? തീർച്ചയായും വലിയൊരു പ്രതീക്ഷയിലാണ് ജനങ്ങളും ഞാനും. കാരണം കൊടുങ്ങല്ലൂർ നഗരസഭ പടിഞ്ഞാറൻ മേഖലയില് പ്രത്യേകിച്ച് ആയുർവേദ ആശുപത്രി ഇല്ല, ഹോമിയോ ആശുപത്രി ഇല്ല. അതുപോലെ തന്നെ ഈ ഒരു 3-5 വാർഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റുള്ള യാതൊരുവിധ ആശുപത്രി സൗകര്യങ്ങൾ, അതായത് ജനങ്ങൾക്ക് ആരോഗ്യ മേഖലയിൽ സൗകര്യമില്ല. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ഈ 39 വാർഡില് ഇന്നിപ്പോ സയൻസ് സെന്റർ പ്രവർത്തിക്കുന്ന മേഖല ഏകദേശം ഒരു 65 സെന്റ് സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഒരു നല്ലൊരു ഹെൽത്ത് സബ് സെന്ററും അതുപോലെ തന്നെ ആയുർവേദ ആശുപത്രിയും ഹോമിയോ ആശുപത്രിയും കൂടാതെ തന്നെ കൊടുങ്ങല്ലൂർ നഗരസഭ പ്രദേശത്ത് നമുക്കറിയാം 22 വാർഡ് കൂടുന്ന മേത്ര പ്രദേശത്ത് ഒരു വില്ലേജ് ഓഫീസാണ് ഉള്ളത്. പടിഞ്ഞാറൻ മേഖല ബൈപ്പാസിന്റെ പടിഞ്ഞാറ് മേഖലയിൽ വില്ലേജ് ഓഫീസ് ഇല്ല. അപ്പൊ ജനങ്ങൾ വലിയ ദുരിതത്തിലാണ്. ഒരു വില്ലേജ് ഓഫീസും പടിഞ്ഞാറൻ മേഖലയിൽ പ്രത്യേകിച്ച് 39 വാർഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് പടിഞ്ഞാറൻ മേഖലയിൽ ഒരു വില്ലേജ് ഓഫീസും കൊണ്ടുവരാനുള്ള പ്രതീക്ഷയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ കാര്യമായിട്ടുള്ള സ്വാധീനമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കഴിഞ്ഞൊരു 10 വർഷം കൊണ്ട് മാറിയിരിക്കുകയാണ്. ഇത്തവണ BJP ജയിക്കാൻ സാധ്യതയുള്ള വാർഡുകളിൽ ഇവര് വോട്ട് മറിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കഴിഞ്ഞ 2020-25 വർഷം കൊടുങ്ങല്ലൂർ നഗരസഭയില് ഈ 22 LDFന്റെ കൗൺസിലർമാരും 21 BJP കൗൺസിലർമാരും ഒരു കോൺഗ്രസിന്റെ കൗൺസിലർ ഉണ്ടായിരുന്നത്. ഞങ്ങൾ അവിശ്വാസ പ്രമേയം ഉൾപ്പെടെ കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്ത് LDFന്റെ ദുർഭരണത്തിനെതിരെ കൊണ്ടുവന്ന സമയത്ത് കോൺഗ്രസിന്റെ കൗൺസിലറുടെ പിന്തുണയോടെയാണ് അവർക്ക് നിലനിൽക്കാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞ നിരവധി വർഷമായിട്ട് കാണുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വാർഡിലും ഞങ്ങൾ 46 വാർഡിലും 50+, അതായത് 50% പുറത്ത് വോട്ട് പിടിച്ച് ഈ കോൺഗ്രസും LDF ഒന്നിച്ചാൽ തന്നെയും 50% കൂടുതൽ വോട്ട് പിടിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഈ CPM-നെ സംബന്ധിച്ച് ഇപ്പോൾ നിർണായകമായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഈ സംസ്ഥാനത്തെ ഭരണം, പിണറായി വിജയന്റെ ഭരണത്തോട് വലിയൊരു എതിർപ്പുണ്ട് എന്നുള്ളൊരു വിഷയം അവർ പ്രാദേശികമായിട്ട് നേരിടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതെല്ലാം മറികടന്നുകൊണ്ടൊരു മുന്നോട്ടുള്ള പ്രയാണത്തിന് അവർക്ക് സാധ്യമാകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടോ നിലവിലില്ല. അതുകൊണ്ടാണ് കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശങ്ങൾ ഉൾപ്പെടെ ₹1 ഫോട്ടോസ്റ്റാറ്റ് കോപ്പി കൊണ്ടുവന്നുകൊണ്ട് 1000 രൂപ വനിതകൾക്ക് കൊടുക്കുന്നു പറഞ്ഞാൽ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പദ്ധതിയുമായിട്ട് അവരെല്ലാ വീടാന്തരം കയറി ഇറങ്ങുന്നത്. അവർക്കറിയാം സാധാരണ അവരുടെ വികസന പ്രവർത്തനങ്ങളോ അവരെ മറ്റുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്യില്ലെന്ന്. അതുകൊണ്ട് 1000 രൂപ വനിതകൾക്ക് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അത് ഞങ്ങൾ ഒരു മാസത്തിനുള്ളിൽ ഞങ്ങൾ മേടിച്ചു തരുന്നു പറഞ്ഞു കഴിഞ്ഞിട്ട് ₹1 വെറുതെ ഫോട്ടോസ്റ്റാറ്റ് പേപ്പറും കൊണ്ട് അവർ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു സംവിധാനമായിട്ട് അവർ മുന്നോട്ട് പോകും. നമുക്കറിയാം ഇത് ഡിജിറ്റൽ യുഗമാണ്. ആര് ഒരു അപേക്ഷ സർക്കാർ സംവിധാനത്തിലുള്ള ഏതൊരു അപേക്ഷയും അത് അക്ഷയ സെന്ററിൽ മുഖാന്തരം സ്മാർട്ട് മുഖാന്തരം അല്ലാണ്ട് അപേക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളത് ജനങ്ങൾക്കറിയാം. ജനങ്ങളെ പഴയ മാതിരി പറ്റിച്ച് ഭരിക്കാന്നുള്ളൊരു ലക്ഷ്യത്തോട് ഇവർ മുന്നോട്ട് വന്നാൽ ജനങ്ങളെ അംഗീകരിക്കില്ലെന്ന് ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഈ CPM-ന്റെ ഒരു അഴിമതി രാഷ്ട്രീയം ഇത് ഉണ്ട് എന്നുള്ള നിലയിലേക്ക് നിരന്തരമായിട്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധ പരിപാടികൾ കൊടുങ്ങല്ലൂരിൽ താങ്കളുടെ നേതൃത്വത്തിൽ BJP നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ CPM-ന്റെ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലുള്ള അവരുടെ പ്രവർത്തനം നോക്കുമ്പോൾ, അവരുടെ കൗൺസിലർമാരുടെ പ്രവർത്തനം നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? തീർച്ചയായും അവരെ കൗൺസിലർമാരെ സംബന്ധിച്ച് കൊടുങ്ങല്ലൂർ നഗരസഭ അധികാര സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടുകളിലേക്ക് ഏകപക്ഷീയമായി
അവരെ വാർഡുകളിലേക്ക് ഉണ്ടെന്നുള്ള വികസനം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ യാതൊരു വികസന പ്രവർത്തനം അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഭാരതീയ ജനതാ പാർട്ടി കൗൺസിലർമാരെ സംബന്ധിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അവർ വ്യക്തിപരമായിട്ട് പല പദ്ധതികളും ഓരോ വാർഡുകളിലും ജനകീയ പങ്കാളിത്തത്തോടെ കൊണ്ടുവന്നിട്ട് ജനങ്ങൾക്ക് ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും ഉൾപ്പെടെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനം ഉൾപ്പെടെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ CPM-ന്റെ ഒരു കയ്യിൽ കിട്ടിയ ഒരു ആയുധം എന്നുള്ള നിലയിൽ അവർ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചിരുന്ന ഒരു വിഷയമായിരുന്നു CI ഓഫീസിന്റെ അടുത്തുള്ള അടിപ്പാത. അത് നിർമ്മിക്കുന്നതിൽ BJPക്കും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനും വലിയ രീതിയിൽ അപാകത സംഭവിച്ചു. അങ്ങനെ പറഞ്ഞിട്ടൊരു പ്രചരണം ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് BJP തന്നെ ഇടപെട്ട് പരിഹരിച്ച് അതിനൊരു പരിഹാരം അടിപ്പാത എന്നുള്ള നിലയിലേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ എല്ലാം ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് BJP? തീർച്ചയായും ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാനുള്ള ഒരു സംവിധാനം കൂടെ അവർ ശ്രമിക്കുന്നുണ്ട്. കാരണം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിട്ട് അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളത്. പക്ഷെ ജനങ്ങളെ ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾ അതിനുള്ള സംവിധാനം കൊണ്ടുവരും, അതിനുള്ള പദ്ധതികൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിന് വീഴ്ച വരാൻ കാരണം 2018 ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ എല്ലാ നിയമസഭാ സാമാജികരെയും വിളിച്ചുകൊണ്ട് ഒരു ചർച്ച നടത്തുന്നുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ MLA VR സുനിൽകുമാർ ആ പരിപാടിയിൽ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല, കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് ഒരു മാസ്റ്റർ പ്ലാൻ ഇതിനോട് ബന്ധപ്പെട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇങ്ങനെ വൈകാനുള്ള കാരണം. പക്ഷേ കേന്ദ്രം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായിട്ട് ആരാധ്യനായിട്ടുള്ള നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖർജി ഉൾപ്പെടെയുള്ള ആളുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. കൃത്യമായിട്ട് ഈ അടിപ്പാത അനുവദിക്കാനുള്ള സംവിധാനം ഞങ്ങൾ ഒരുക്കി കഴിഞ്ഞു. ഇപ്പോൾ ഈ കൊടുങ്ങല്ലൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി സേവന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ പല ഘട്ടങ്ങളായിട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ ഭരണസമിതി ഇടപെട്ടുകൊണ്ട് ചില സംവിധാനങ്ങൾ അവിടെ നിന്ന് എടുത്തു മാറ്റുകയും തടയാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക്, ഭക്തന്മാരുടെ ഇടയിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും കഴിഞ്ഞ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഒരു 30 വർഷമായിട്ട് തുടർച്ചയായി ഈ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ എല്ലാ വരുന്ന ഭക്തജനങ്ങൾ, അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ട വിരിവെക്കാനുള്ള സംവിധാനവും അതുപോലെ തന്നെ ചികിത്സാ സംവിധാനവും കൂടാതെ ഭക്ഷണം അവർക്ക് കൊടുക്കാൻ അല്ല രാവും പകലും ഭേദമന്യേ ഭക്ഷണം കൊടുക്കാനുള്ള, അന്നദാനം കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കിയിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് ജനങ്ങളുടെ ഇടയിൽ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സ്വാധീനം കണ്ടുകൊണ്ട് വിറളി പൂണ്ടുകൊണ്ടാണ് ഇത്തരം സംവിധാനങ്ങൾ CPM-ന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ CPI-യുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ അത് തടയാനുള്ള സംവിധാനം അവർ ഒരുക്കിയത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളത് അവിടെ അല്ലെങ്കിൽ തന്നെ പുറത്ത് അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ട് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്നും അയ്യപ്പ ഭക്തന്മാർക്ക് എല്ലാ സംവിധാനവും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കൂടാതെ തന്നെ ഈ നമുക്കറിയാം, കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നായിട്ടുള്ള ഭരണിയോട് ബന്ധപ്പെട്ട് ഏകദേശം 3 ലക്ഷം പേർക്ക് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ അന്നദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അവസാനമായിട്ട് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ശബരിമലയിലെ ഒരു സ്വർണ്ണ കളവ് എന്നുള്ള തരത്തിലേക്കുള്ള ഒരു വിഷയം. അതിലിപ്പോൾ മുൻ ദേവസ്വം മന്ത്രി അടക്കം അറസ്റ്റിലായിട്ടുണ്ട്. പ്രാദേശികമായിട്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താനായിട്ട് BJPക്കും സംഘപരിവാർ സംഘടനകൾക്കും നിലവിലെ സാഹചര്യത്തിൽ സാധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് വോട്ടാകാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും ഞങ്ങള് ഭക്തജനങ്ങളെ ആ കാര്യത്തിൽ ചൂഷണം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഭക്തന്മാരെ സംബന്ധിച്ച് അവര് കാണിക്കിടുന്ന അല്ലെങ്കിൽ ഭഗവാനെ അർപ്പിക്കുന്ന ഓരോ ദ്രവ്യങ്ങളും അത് കൃത്യമായിട്ട് സംരക്ഷിക്കപ്പെടേണ്ട അധികാരം ആരാണോ അധികാരം കയ്യിലുള്ളത് അവർ സംരക്ഷിക്കേണ്ടതുണ്ട്. പക്ഷേ പിണറായി സർക്കാരിനെ സംബന്ധിച്ച് അവര് പാർട്ടിക്കാരുടെ സമുന്നതമായിട്ടുള്ള നേതാക്കന്മാരെ ഓരോ പോസ്റ്റുകളിൽ അവർ കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് അവർക്ക് അവരുടെ പാർട്ടി പ്രവർത്തകർക്ക് ജോലി കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ അവിടുത്തെ വരുമാനങ്ങൾ പാർട്ടിയുടെ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള അധികാരം ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു സംവിധാനമായിട്ട് ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ അവർ ഉപയോഗപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് ഇന്ന് കാണുന്നത്. വളരെ നന്ദിയോടെ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച്. തീർച്ചയായും നന്ദി.